നല്ലൊരു മരുന്നാണ് എന്ന് പറയുന്നത്. കഫക്കെട്ട് അത് നല്ലപോലെ തന്നെ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അണുബാധ ആവാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ചെറിയൊരു അളവിൽ കഴിച്ചാൽ തന്നെ നമ്മൾ ആ ഒരു കഫക്കെട്ടൊക്കെ മാറി കിട്ടുന്ന ഒരു നല്ലൊരു റെമഡിയാണ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് 3 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടിയതുള്ളത്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറുനാരങ്ങ. ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും അതുപോലെ 7 വെളുത്തുള്ളിയും ഒരു ചെറുനാരങ്ങയാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ വീട്ടിലുള്ള സാധാരണ സാധനങ്ങൾ മാത്രമാണുള്ളത്. അതൊന്നും ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു മരുന്ന് കുടിക്കുന്നതിന് മുന്നായിട്ട് എന്തായാലും ഭക്ഷണമൊക്കെ കഴിക്കണം. കുറച്ചളവിലാണ് കുടിക്കേണ്ടത്. ഇഞ്ചിയാണ് ആദ്യം തന്നെ ഒന്ന് ചതച്ചെടുക്കുന്നത്. ഇഞ്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇഞ്ചിയിൽ ജിഞ്ചറോൾ എന്ന് പറഞ്ഞൊരു ആൽക്കലോയിഡ് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റി നിർത്തും. ഗുണകരമായിട്ട് നമുക്ക് രുചിയും അതുപോലെ എല്ലതും തരുന്നത് ഈ ജിഞ്ചറോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽക്കലോയിഡാണ്. പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ കാലിൻ്റെ എല്ലുകൾക്ക് തേയ്മാനം, അതിന് വരെ നല്ലൊരു ഔഷധമാണ് ഈ ഒരു ഇഞ്ചിയുടെ നീര് കുടിക്കുന്നത്. വിശപ്പ് കുറവിനായാലും ഈ ഇഞ്ചിൻ്റെ നീര് കുടിക്കുന്നത് നല്ലതാണ്. പനി ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ചുമയും കഫക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല തരത്തിൽ ഇതുപോലെ ഇഞ്ചിയിട്ട വെള്ളവും ഇഞ്ചിയുള്ള പണ്ട് മുതൽക്ക് എല്ലാവരും കുടിച്ച് വന്നിട്ടുള്ളതാണ് ഇഞ്ചിയുടെ ഒരു ഗുണം. ചുമയും അതേപോലെ ജലദോഷവും ഒക്കെ മാറി കിട്ടും. പനിയുള്ള ടൈമിലും ഈ ഒരു കഫക്കെട്ടുള്ള ടൈമിലൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആശ്വാസമാണ്. ഈ ഒരു ഇഞ്ചിക്ക് നല്ല ഗുണങ്ങളാണ്. നമ്മൾ ഈ ഒരു എത്ര പഴകിയ കഫക്കെട്ടാണെന്നുണ്ടെങ്കിൽ മാറി കിട്ടുവാൻ വേണ്ടിയിട്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളിയാണ് ഇടുന്നത്. ഒരു 7 വെളുത്തുള്ളിയാണ് ഞാനിട്ട് ചതക്കുന്നത്. വെളുത്തുള്ളി നല്ലൊരു അണുനാശിനിയാണ്. ബാക്ടീരിയ, ഫംഗൽ, വൈറൽ ഇൻഫെക്ഷനുകളെല്ലാം ഒന്ന് ചെറുത്തു നിർത്താൻ ഈ വെളുത്തുള്ളിനെ കൊണ്ട് കഴിയും. വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള അരിയിലൻ എന്ന് പറഞ്ഞത് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ കോവിഡ് ടൈമിൽ എല്ലാവരും വെള്ളം തിളപ്പിച്ചിട്ട് മഞ്ഞളൊക്കെ ചേർത്ത് കുടിച്ചിരുന്നതാണ്. നന്നായിട്ട് ചുമയും അതുപോലെ തന്നെ കഫക്കെട്ടൊക്കെ മാറാനും ഇളകാത്ത കഫം വരെ ഇളകി പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു മരുന്നും കൂടിയാണ്. ഇഞ്ചിയുടെ ഒപ്പം തന്നെ ചേർത്ത് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്നും കൂടിയാണ് ഇത്. അതും കൂടി നമുക്ക് നന്നായിട്ട് ചതച്ചതിന് ശേഷം ആ വെളുത്തുള്ളിയും കൂടി ഒന്ന് മാറ്റി വെക്കാം. കഫം കാരണം നെഞ്ചിലുള്ള ബുദ്ധിമുട്ടിനൊക്കെ നല്ലൊരു പരിഹാരം തന്നെയാണ് വെളുത്തുള്ളി. ഇനി നമുക്ക് ചെറുനാരങ്ങ എടുക്കാം. ചെറുനാരങ്ങ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് തൊലിയോടെ കൂടെ തന്നെ നമുക്കിത് ചെറുതാക്കി മുറിച്ചെടുക്കാം. കുരു കളയണമെന്നുണ്ടെങ്കിൽ കളയാവുന്നതാണ്. ഞാനിപ്പോൾ നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നുണ്ട്. നമ്മുടെ ഈ ചെറുനാരങ്ങയിൽ ആന്റി ഓക്സിഡന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അണുബാധക്കൊക്കെ നല്ല തരത്തിലുള്ളൊരു മരുന്നാണ് ഈ ഒരു ചെറുനാരങ്ങ. പ്രതിരോധശേഷി കൂടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് അടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫലവത്തായതാണ് ഈ ഒരു മരുന്ന്. എല്ലാവർക്കും കുടിക്കാനും പറ്റുന്നതാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ചെറിയൊരു അളവിൽ തന്നെ കുടിച്ചാൽ മതി. ചെറുനാരങ്ങ എപ്പോഴും തൊലിയോട് കൂടെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഇതെല്ലാത്തും കൂടി ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നമുക്കതിലേക്ക് ഒരു 2 ഗ്ലാസോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ആദ്യം കുറച്ച് നേരം തിളക്കുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് നേരെ ഗ്യാസിലേക്ക് വെക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ തിളപ്പിച്ചെടുക്കുന്നത്. നന്നായിട്ട് ഇതിൻ്റെ സെത്തുകളൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ടൈം എടുത്താലും നന്നായിട്ട് സെത്തുകളൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് തിളപ്പിച്ചെടുക്കണം. മൂടി വെക്കണം. മൂടി വെച്ചിട്ട് വേണം നമുക്ക് തിളപ്പിച്ചെടുക്കാൻ. തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റോളം നമുക്കൊന്നും കൂടി ഒന്ന് ഈ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. അതിൻ്റെ സെത്തുകളൊക്കെ ഒന്ന് ഇറങ്ങി അതിൻ്റെ വെള്ളത്തിൻ്റെ കളർ തന്നെ ഒരു വേറെ കഞ്ഞിവെള്ളത്തിൻ്റെ കളർ പോലെ ആയി കിട്ടും. അതുവരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെറിയൊരു ചൂടോടെ തന്നെ നമ്മളത് ഒരു അരിപ്പയിലൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അതിൻ്റെ സെത്തൊക്കെ എടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് മാറ്റാം. ഡെയിലി ഒരു 3/4 ഗ്ലാസോളം ഒന്ന് കുടിക്കുക. അത് സിപ്പായിട്ട് കുറച്ചായിട്ട് കുടിച്ചെടുത്താൽ മതി. കഫക്കെട്ടൊക്കെ ഒന്ന് മാറി കിട്ടുവാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ 7 ദിവസം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പൂർണ്ണമായിട്ട് മാറി കിട്ടുന്നതാണ്. അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ അതുപോലത്തെ അസുഖങ്ങളും വയറിനുള്ളിലുള്ള എല്ലാ ദഹന പ്രശ്നങ്ങൾക്കും ഒക്കെ നല്ലൊരു പരിഹാരമാണ് ഈ ഒരു മരുന്ന്. കഫക്കെട്ട് മാറാനായാലും ഇതുപോലെ വയറിൻ്റെ പ്രശ്നങ്ങൾ മാറാനായാലും ഇമ്മ്യൂണിറ്റി പവർ കൂടാനായാലും ഈ ഒരു മരുന്ന് കുടിക്കുന്നത് നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.